ട്രിപ്പിൾ ഓം ശാന്തി. നിർഭയത എന്നൊരു ഗുണം 36 ദിവ്യഗുണങ്ങളിൽ കാണുന്നുണ്ട്. ശരീരത്തിന് മരണമുണ്ട്, ആത്മാവിന് വ്യത്യസ്തമായ പാർട്ടുകൾ എടുക്കാനുണ്ട്. അപ്പൊ എവിടെയാണ് നിർഭയത വേണ്ടത്? നമ്മള് ഓരോരുത്തരും ജനനമരണ ചക്രത്തില് കടക്കണവരാണ്, കളിക്കണവരാണ്. അതില് ഗർഭജയില് എന്ന് പറഞ്ഞിട്ടൊരു ജയിലുണ്ട്. മറ്റു ജയിലുകൾ അടക്കട്ടെ, ഗർഭജയില് പറഞ്ഞൊരു ജയിലുണ്ട്. അതില് എല്ലാവർക്കും പോകണം. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ജഡ്ജിക്കും ഏത് രാജാവിനോ ഏത് കൊലകൊമ്പനും ഇത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇതില് പോയി തന്നെ ആവണം. ഗർഭജയിൽ അത് കുറച്ച് പ്രയാസമാണെന്ന് ബാബ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഓരോരുത്തരുടെ കർമ്മത്തിനനുസരിച്ച് ഗർഭജയിലെ അവസ്ഥ വ്യത്യസ്തമായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് സ്വതന്ത്രമാവണമെങ്കിൽ എത്ര സമയം എടുക്കും? സത്യയുഗത്തിലെ അവസ്ഥയെക്കാളും നിൽക്കട്ടെ. സത്യയുഗത്തിലെ അവസ്ഥ പല രീതിയിലാണ്. അവിടുത്തെ അവസ്ഥ ഞാനെന്തിനാ പറയുന്നത്? എനിക്ക് വല്ല അനുഭവം ഉണ്ടോ? കേട്ടറിവല്ലേ ഉള്ളൂ. കേട്ടറിവ് എനിക്ക് അനുഭവം ഉണ്ടോ? ഇല്ലല്ലോ. പല വിധത്തിൽ കേട്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നിലവിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ഗർഭജയിലുകൾ, അതൊന്ന് തിങ്ക് ചെയ്യേണ്ട സംഭവം തന്നെ. ഞാൻ അടുത്ത ജന്മത്തിന്റെ ഇടയിൽ ഗർഭജയിലിലേക്ക് പോവാതിരിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തും. അത്രേ ഉള്ളൂ. ഗർഭജയിലിലേക്ക് അടുത്ത ജന്മത്തിൽ പോവാതിരിക്കാനുള്ളൊരു ശ്രമം നടത്തും. അപ്പൊ ഇപ്പൊ ഇവിടെ കുറച്ച് തീക്ഷ്ണമായിട്ടുള്ള പല പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. അത് നേരിടണം. വലിയൊരു പ്രയാസം വരുമ്പോ ആത്മഹത്യ ചെയ്യാൻ നിൽക്കണ്ട. പോകേണ്ടി വരും ഗർഭജയിലിലേക്ക്. ആത്മഹത്യയല്ല, ശരീരഹത്യയാണ്. പിന്നെ നിരവധി ടെൻഷൻസ് എടുത്തു വെക്കാൻ നിൽക്കണ്ട. അപ്പോഴും ഈ പറഞ്ഞ പോലെ ശാരീരികമായും മാനസികമായും അസുഖം വന്ന് അല്ലെങ്കിൽ പ്രയാസപ്പെട്ടോ തിങ്ങി ഞെരുങ്ങി ശരീരം പെട്ടെന്ന് വിട്ടാൽ പോകേണ്ടി വരും ഗർഭജയിലിലേക്ക്. നിർഭയത എന്ന് പറയുമ്പോൾ അതിനെയും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അവിടെയും ഒരു തരം കോമൺ ആയിട്ടുള്ള ഭഗവാന്റെ ഒരു പ്രത്യേക പാലനയൊക്കെ അവിടെയും കിട്ടും. പക്ഷെ അതൊരു കുറച്ച് പ്രയാസമുള്ള സംഭവം തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പല മുരളികളിലൂടെയും ചെറിയ ചെറിയ സൂചനകൾ തന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ചുരുണ്ട് കൂടി ഒരിറച്ചി കഷ്ണത്തിൻ്റെ അകത്ത് 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 5 മാസം, അത് ഓരോരുത്തരുടെ കാറ്റഗറിക്ക് അനുസരിച്ച് വരും. എല്ലാവരും 5 മാസം തന്നെ ഗർഭജയിലിൽ കിടക്കണം എന്നൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ശിക്ഷ അനുഭവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഗർഭജയിൽ പോലും ഗർഭമഹലായി മാറും. അത് അവരുടെ പവർ പോലെ ഇരിക്കും. ട്രിപ്പിൾ ഓം ശാന്തി.